ഓ വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാക്കി V3 എടുക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹാക്കി V2 എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിരുന്നു. കാരണം സീക്കിങ്ങിനെ ഒന്നും എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഗെയിമിലെ ലക്ക് പരമ ബോറാണ്. ഒരുമാതിരത്തെ ഒരു ലക്കാണ്. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാക്കി V3 നമുക്ക് 2 NPCയുടെ കയ്യിൽ നിന്നാണ് അതിന് വേണ്ടിയുള്ള ഐറ്റം കിട്ടുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് വാട്ടർ 7ലെ ഉസോപ്പ്, രണ്ടെന്ന് പറയുന്നത് NIS ലോബിയിലെ സ്നൈപ്പർ കിങ്. ഈ രണ്ടുപേരുടെ നിന്നാണ് നമുക്ക് ഹാക്കി V3ക്കുള്ള ഐറ്റം കിട്ടുന്നത്. പക്ഷേ പ്രശ്നം ഇതല്ല, NIS ലോബിയിലെ സ്നൈപ്പർ കിങ് സ്പോൺ ആവുന്നത് അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ്. അപ്പോൾ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ സ്പോൺ ആവുന്ന ഒരു NPCനെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, സമയവും ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരെ വാട്ടർ 7ൽ പോവാണ് അവിടുത്തെ ഉസോപ്പിനെ അടിച്ച് തീർക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇവോൾഡ് ആർമെൻറ്റ്. അപ്പോൾ ഈ പുള്ളിയോടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. സ്കാർലറ്റ് പേൾ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കാർലറ്റ് പേൾ കിട്ടുന്നത് ഉസോപ്പിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സ്കാർലറ്റ് പേൾ സെറ്റാക്കണം. അതിനുശേഷം ഈ പുള്ളിയോട് വന്ന് സംസാരിച്ച് 500 മില്യൺ ബെറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാക്കി V3 കിട്ടും ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ വാട്ടർ 7ലേക്ക് പോവാണ് ഗൈസ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന NIS ലോബിയിലുള്ള ഉസോപ്പിൻ്റെ കയ്യിൽ നിന്ന് സ്കാർലറ്റ് പേൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 10% ആണ്. വാട്ടർ 7ലെ ഉസോപ്പിൻ്റെ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1% ആണ്. കാര്യം പുള്ളി 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ സ്പോൺ ആവുമെങ്കിലും കിട്ടാൻ പാടാണ്. കിട്ടാൻ എൻ്റെ ഒരു ഭാഗ്യം വെച്ച് എനിക്ക് എന്തായാലും ഇന്ന് കിട്ടത്തില്ല. 2 ദിവസമെങ്കിലും ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും അത് കിട്ടാൻ. എന്തായാലും നമുക്ക് ഹാക്കി V3 എടുക്കാനായിട്ട് വാട്ടർ 7ൽ പോകാം. അവിടെ ആയിരിക്കും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഉസോപ്പ്. ഈ പുള്ളിനെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിപാടി തുടങ്ങാം, അടിച്ചു തുടങ്ങാം. നോ വറീസ്, അങ്ങ് തീർത്തേക്കാം കഴിച്ച് തീർത്ത് വിടാം. ഓക്കെ, തീർത്ത് വിടാൻ വിഷയമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രയൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി വീണ്ടും പുള്ളിക്കാരെ സ്പോൺ ആവട്ടെ, നമുക്ക് അങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓ ഗൈസ്, നമുക്കപ്പോൾ ഒരു ആക്സസറി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപയോഗമുള്ള ആക്സസറി ഒന്നുമല്ല. മിക്കവാറും ഉസോപ്പായതുകൊണ്ട് തന്നെ ഗൺ ഡാമേജ് ആയിരിക്കും. ഞാനാണെങ്കിൽ ഗണ്ണ് യൂസ് ചെയ്യാറില്ല. ഗണ്ണ് യൂസ് ചെയ്യുന്നവരെ എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. മിക്കവാറും ഗൺ ഡാമേജ് ആയിരിക്കും. യെസ് ഗൈസ്, സോട്ട് ഡാമേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3% സോട്ട് ഡാമേജും 8% ഗൺ ഡാമേജും ആണ്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ലെറ്റ്സ് കീപ് ഇറ്റ് ഗൈസ്. അപ്പോൾ ലിറ്ററലി കുറേ നേരമായി ഇതുവരെ കിട്ടിയില്ല. ആകെ നമുക്ക് കിട്ടിയത് ആ ഒരു ലയർ ഹാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം മാത്രമാണ്. അപ്പോൾ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടില്ല. ഇത്രയും ഡ്രോപ്പ് ഉണ്ടായിട്ട് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ ഞാൻ എന്ത് ചെയ്യുമോ എന്തോ ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പോൾ ഞാൻ വെറുതെ NIS ലോബി വരെ ഒന്ന് വന്ന് നോക്കിയതായിരുന്നു സ്നൈപ്പർ കിങ് സ്പോൺ ആയിട്ടോ നോക്കാൻ. യെസ് ഗൈസ്, അപ്പോൾ ഫൈനലി പുള്ളിക്കാരൻ സ്പോൺ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 10% ചാൻസ് ആണ് ഗൈസ്. മറ്റേ നമ്മുടെ വാട്ടർ 7ലുള്ള പോലെ 1% അല്ല, ഇവിടെ 10% ചാൻസ് ആണ് സ്കാർലറ്റ് പേൾ കിട്ടാൻ. നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഗൈസ്, വേറൊന്നുമില്ല. ഭാഗ്യമില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര നേരം ഗ്രൈൻഡ് ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ കോൺകർ ലാസ്റ്റ് എല്ലാ മൂന്ന് സ്പാം ചെയ്യാം. കിട്ടുമോ നോക്കാം ഗൈസ്. കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ മൂന്ന് സ്പാം ചെയ്യാണ്. എന്താണ് ചാവാത്ത? യോ ഗൈസ്, ഫൈനലി എൻ്റെ മോനെ, ഫൈനലി ബ്രോ. ഓ കിട്ടി മോനെ. യോ ഗൈസ്, ഫൈനലി ബ്രോ. ഓ ഫൈനലി കിട്ടി ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ സത്യം പറഞ്ഞാൽ 1 മണിക്കൂറായിട്ട് ഞാൻ ഈ സാമാനത്തിന് വേണ്ടിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യാണ്. ഇത്രയും നേരം മറ്റേ എവിടെയാണ് വാട്ടർ 7ൽ പോയി ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയില്ല. ഇവിടെ വന്ന് ഫസ്റ്റ് ട്രൈ കിട്ടിയത്. ഇതെന്താ ലക്കാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും സാധനം കിട്ടിയിട്ട് നമുക്ക് നേരെ ബബിൾ ഐലൻഡിൽ പോവുക, ഹാക്കി ഇവോൾവ് ചെയ്യുക. ഫുൾ സെറ്റായിട്ട് നമുക്ക് C3 പോകാൻ പാകത്തിനുള്ള രീതിയിലുള്ള എല്ലാ ഹാക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് സ്കാർലറ്റ് പേൾ കിട്ടി. ഗൈസ്, നമ്മുടെ ബബിൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവുക, നമ്മുടെ NPCയോട് സംസാരിക്കുക, ഹാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്, എനിക്ക് വയ്യ. ഓക്കെ, ഇതേ നിൽക്കുന്നത് നമ്മുടെ NPC. ഈ പുള്ളിക്കാരൻ കൊള്ളാല്ലേ, നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. ഫുൾ ബോഡി ഹാക്കി നമുക്ക് കിട്ടുമോ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നമുക്ക് പുള്ളിയോട് സംസാരിക്കാം. സ്കാർലറ്റ് പേൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, യു ആർ റിയലി സ്ട്രോങ്. ഐ തിങ്ക് ഐ ക്യാൻ ടീച്ച് യു എ ഫ്യൂ തിങ്സ്. ലെറ്റ്സ് ഗോ ഗൈസ്. 500 മില്യൺ
ലെറ്റ്സ് ഗോ. യെസ്, നമുക്ക് ആർമവൻ ഹാക്കി V3 കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, അങ്ങനെ ഫൈനലി V3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. യാ ബ്രോ, V3, ലെറ്റ്സ് ഗോ. ഹിയർ വി ഗോ ഗൈസ്. മോനെ, ഫുൾ ബോഡി ആണോ ഗൈസ്? ഫുൾ ബോഡി ആണെന്ന് തോന്നുന്നു. യെസ്, ഫുൾ ബോഡി ഹാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോ ഫുൾ ബോഡി ആണോ? ഫുൾ ബോഡി ആണോ അല്ലേ? ആർക്കറിയാം ഗൈസ്, അതൊന്നും നമുക്ക് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. എനിവേ ഹാക്കി V3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. C2 നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ കോൺക്കർ ഹാക്കി എടുത്തു, ഒബ്സർവേഷൻ ഹാക്കി എടുത്തു, അതുപോലെ തന്നെ ഹാക്കി V3 ആക്കി. എല്ലാം സെറ്റാണ്. ഇത് നമ്മൾ നേരെ 200 ലെവലും കൂടി കഴിഞ്ഞാൽ C3 പോകും. പിന്നെ നമ്മുടെ ഗ്രൈൻഡ് എല്ലാം അവിടെ ആയിരിക്കും. C2 നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ ഉണ്ട്. ഞാൻ ഒരു വീഡിയോയും കൂടി C2 ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇതിനേക്കാൾ കൂടുതൽ ടൈം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ പോവുകയാണ്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. സോ സൈനിങ് ഓഫ്, ബൈ.